എന്റെ ചോദ്യം അതല്ല. ഇത് മരിക്കുന്ന ബോംബാണ് എന്ന സംശയമില്ലല്ലോ. ഇപ്പൊ ഈ ഫോറൻസിക്കിനൊന്നും ബോംബിന്റെ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല. ഓരെന്നെ നടത്തിയിട്ട് സഖാക്കളെന്നെ തെളിവ് കാണിച്ചിട്ട് പൊട്ടിയാ മരിക്കുന്ന ഒരുത്തൻ മരിച്ചിട്ട് ബോധ്യമായല്ലോ, മറ്റൊരുത്തന്റെ കൈ പോയല്ലോ. ഈ അതിക്രമങ്ങളിൽ എന്തേ നാട്ടിലെ CPM-ന്റെ സമ്പന്നന്മാരായി വരുന്ന മക്കളില്ല? അത് പാവപ്പെട്ടവനാണ്, സാധുവാണ്. സിദ്ധാർത്ഥ് കൊല്ലപ്പെടുമ്പോ ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന SFI-കാരനെ സപ്പോർട്ട് ചെയ്യാൻ ഇവര് വരികയാണ്. ഇങ്ങനെ ഒരു കലാപത്തിന്റെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത അക്രമ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യാതെ പോകാൻ പറ്റാത്ത മണ്ഡലമാണ് എന്ന് തെരഞ്ഞെടുപ്പിൽ ഇവര് തന്നെ പറയിച്ചു. അങ്ങനെയാണ് ബോംബ് വരുന്നത്. ഇവിടെയല്ലേ ചന്ദ്രശേഖർ കൊല്ലപ്പെട്ട മണ്ഡലം. ഞാൻ പറഞ്ഞു, ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുഞ്ഞനത്തിന്റെ മരണത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞു. ഞാൻ ആരോപണം ഉന്നയിച്ചപ്പോ പമ്പിച്ച ബഹളം, എല്ലാവരും കൂടെ എന്റെ മേക്കെട്ട് കയറി. അന്ന് നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, CPM-ന്റെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയ, ഞങ്ങള് ഷാജിയുടെ പേര് നിയമ നടപടി എടുക്കും, കേസ് എടുക്കും പറഞ്ഞില്ല. കേസ് എന്ന് കേട്ടപ്പോ ഞാൻ പേടിച്ചു പറിച്ചല്ലോ, കാരണം എനിക്ക് കേസേ അറിയില്ല. എന്താ ഈ കേസ്? ഇവിടെ 10-24 കേസുകൾ എടുത്തരാ ഞാൻ. നിങ്ങൾ ഭരണത്തിൽ വന്ന ഓരോ മാസം വെച്ച് കേസാണ്. എന്നെ ഞങ്ങൾ കേസിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കണത്. ശരി, ഞാൻ MV ഗോവിന്ദനോട് ചോദിക്കണത്, എന്തേ കേസ് എടുക്കാത്തത്? അപ്പൊ നിങ്ങൾ പറയും എനിക്ക് കേസ് എടുക്കാൻ പൂതിയായിട്ടാണ്. അതല്ല, ഈ വിഷയത്തിലൊരു കേസ് വരണം. എന്റെ ആരോപണം എന്താണ്? കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ട് അല്ലേ? എന്റെ പേരിൽ കേസെടുക്ക്. എന്താ എടുക്കാത്തത്? ഒരു FIR നിങ്ങൾ ഇട്ടാൽ, CPM-കാരാ, നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ എന്റെ പേരിലൊരു കേസെടുക്കും. ഒരു FIR ഇട്ടാൽ നിങ്ങളെ എന്തു പഠിപ്പിക്കണമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എടുക്ക്. കേരളത്തിൽ വരേണ്ട അന്വേഷണം ഒരു കുഞ്ഞനന്ദന്റെ മരണമൊന്നുമല്ല, ഒരുപാട് മരണങ്ങളുടെ അന്വേഷണം വരണം. അത് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നെ ആക്ഷേപിക്കാൻ വന്നത് കുഞ്ഞനന്ദന്റെ മോളാണ്. ഷായി, ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്കുന്നതാണ്. ഞാൻ പറഞ്ഞ, മോളെ, ഷാജി വെച്ച വെള്ളം തിളക്കാതെ മാറ്റി വെക്കുന്ന പ്രശ്നമില്ല, അത് തിളച്ചിട്ടേ മാറ്റി വെക്കുള്ളൂ. എന്തേ പറയണത്? ഞാൻ മോളോട് പറഞ്ഞു, എന്റെ പേരിലോട് കേസ് കൊടുക്ക്. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, അതല്ല, UDF എന്റെ അച്ഛനെ കൊന്നു എന്നാ പറഞ്ഞത്. അങ്ങനെ UDF കൊല്ലാൻ പാടില്ല. അത്രക്കായോ UDF? എന്താ ഓരോ പേരിലൊരു കേസ് കൊടുക്ക്. എന്താ കേസ് കൊടുക്കാത്തത്? ഞാന് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾക്കൊള്ളുന്ന അഴീക്കോട് മണ്ഡലത്തിലെ MLA ആയിരുന്നു കുഞ്ഞനന്ദൻ മരിക്കുമ്പോ. കുഞ്ഞനന്ദന് ഭക്ഷ്യവിഷബാധ ഏൽക്കുമ്പോ ഞാൻ അവിടുത്തെ MLA ആണ്. ആ സെൻട്രൽ ജയിലില് കുഴൽ കിണർ കുഴിച്ചത് MLA ആയ KM ഷാജിയുടെ MLA ഫണ്ട് എടുത്തിട്ടാണ്. ഇപ്പോഴും പോയ ഷാജിന്റെ ബോർഡുണ്ട് അവിടെ, അറിയോങ്ങള്? ഞാനാണ്. ജയിലിൽ ആരെങ്കിലും കുഴൽ കിണർ കുത്തുവോ? ആർക്കെങ്കിലും വോട്ടുണ്ടോ? പക്ഷെ ഒരു കുഞ്ഞനന്ദനൊക്കെ ഞാൻ ചെല്ലുമ്പോ എന്നോട് പറയും, ഇവിടെ വെള്ളമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാനുഷികമായൊരു പരിഗണനല്ലേ? അതിന്റെ ഉദ്ഘാടനത്തിന് IG പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേരളത്തിലെ ഒരു ജയിലിലും ഒരു ജനപ്രതിനിധി ഇതുപോലെ ഒരു കൊണ്ടർ കുത്തിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്നാ പിന്നെ എന്റെ പേര് കേസ് കൊടുക്ക്. ആ കിണറ്റിലെ വെള്ളം കുടിച്ചിട്ടാ കുഞ്ഞനന്ദൻ മരിച്ചെന്ന്. അങ്ങനെയുള്ള ഒരു കേസ് ഞാൻ പറഞ്ഞു വന്നെന്നറിയോ? ഞാൻ അവിടുത്തെ MLA ആണ്. ആ ജയിൽ ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ കുഞ്ഞനന്ദന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ആ ജയിലിൽ ഒരു VVIP സന്ദർശിച്ചിട്ടുണ്ട്. ബാക്കി പറയണോ? കേസ് കൊടുത്തിട്ട് പറയാം. നിങ്ങൾ കേസ് കൊടുക്ക. എടോ, കുഞ്ഞനന്ദൻ മാത്രല്ല മരിച്ചത്, TP ചന്ദ്രശേഖരിലെ സാക്ഷികൾ 2 പേർ മരിച്ചു. എന്താണ്? അശോകല്ലേ? സന്തോഷം. അശോകൻ മരിച്ചു TP ചന്ദ്രശേഖർ കേസിലെ. ആരാ അശോകൻ? അവിടെ തീർന്നോ? ഷുക്കൂറില്ലേ, ഞങ്ങളുടെ പൊന്നുമോൻ ഷുക്കൂർ, അവനെ കൊന്ന ഒരു പ്രതിയുടെ ഭാര്യയും മരിച്ചു. എങ്ങനെ? പനി പിടിച്ച് മരിച്ചതാണ് നേരത്തെ പറഞ്ഞ പോലെ അല്ല, അപകട മരണം, സൂയിസൈഡ് എന്ന് പറയുന്നു. മരിച്ചല്ലോ. ഫസലിനെ കൊന്ന 3 പ്രതികൾ പലയിടത്തായി കുത്തേറ്റ് ട്രെയിൻ കയറി മരിച്ചു. 3 പേര്. മൻസൂറിനെ കൊന്നതിലെ പ്രധാന പ്രതി വളയത്തിന്റെ പരിസരത്ത് പോയി ആത്മഹത്യ ചെയ്തു. ഇതെന്ത് സംഭവമാണ്? ഈ മനുഷ്യന്റെ കൽപ്പുറപ്പങ്ങൾ കേട്ടിട്ടില്ലേ? അവൻ ആത്മഹത്യ ചെയ്യോ? പച്ചക്ക്. എന്താ? TP ചന്ദ്രശേഖരനെ കൊല്ലുമ്പോ നിങ്ങൾ ഓർക്കണം, അവസാനം
ജീവൻ ദേഹത്തു നിന്ന് പടയാണ്. ഏറ്റവും മാരകമായി ആക്രമിക്കപ്പെട്ട് വില്ലുപോലെ വളയുന്ന സമയത്ത് ഇന്നോവയുടെ ഡോറ് തുറന്നിട്ട് അവസാനത്തെ വെട്ടുപെട്ടിയവനാണ് ഷാഫി. അറിയോ നിങ്ങൾക്ക്? ഷാഫി എന്ന് പറയുന്ന ക്രിമിനൽ. അവനെങ്ങനെ ഹൃദയം ഉണ്ടാവുക? ഇത്തരം കൊലയാളികൾ എങ്ങനെ ആത്മഹത്യ ചെയ്യാ? ഷുക്കൂറിനെ ഒരു വയലിലിട്ടിട്ട് മുയൽ ഓടുന്ന പോലെ ഈ കുട്ടി ഇങ്ങനെ ഓടുമ്പോ അവൻ വെട്ടി, ഇവൻ വെട്ടി, അവൻ വെട്ടി, ഒരുപാട് വെട്ടിയിട്ട് ആ കുട്ടിയെ കൊന്നത് നിങ്ങൾ. അങ്ങനെ കഠിന ഹൃദയം എങ്ങനെ ആത്മഹത്യ ചെയ്യാ? ഒന്ന് പറഞ്ഞേ. മൻസൂർ എന്ന് പറയുന്ന നിരപരാധിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബെറിഞ്ഞു കൊന്നവൻ എങ്ങനെ ആത്മഹത്യ ചെയ്യാ? ഇതൊക്കെ ആത്മഹത്യാ മരണമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണോ? കൊന്നവനെ പിന്നെയും കൊല്ലുക, ഇത് CPM-ന്റെ അജണ്ടയാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ കലാപകാരികളുടെ കയ്യിലേക്കാണോ നമ്മൾ ഈ രാജ്യത്തെ ഏൽപ്പിക്കേണ്ടത്, കൊടുക്കേണ്ടത്? ഇവരോട് പ്രതികരിക്കട്ടെ. ഞാൻ ടീച്ചറോട് ചോദിക്കട്ടെ. ടീച്ചർ എല്ലാത്തൊന്നും പറഞ്ഞൊഴിഞ്ഞോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായ ടീച്ചറോട്. അത് പാലത്തായി കേസാണ്. ഞാൻ കണ്ണൂരിലെ MLA ആയ സമയത്ത് ഉണ്ടായത് 9 വയസ്സുള്ള ഒരു കുട്ടി ഈ നിയോജക മണ്ഡലത്തിലാണ്. ആ കുഞ്ഞിപ്പടും ജീവിച്ചിരിപ്പുണ്ട് പാലത്തായിയിൽ. ഒരു BJP അധ്യാപകൻ ആ കുട്ടിയെ ഏറ്റവും മാരകമായി പീഡിപ്പിച്ചു. ആ പോക്സോ കേസിൽ പിണറായി വിജയൻ 1 മാസം കഴിഞ്ഞു ആ അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ. ഈ ടീച്ചറുടെ സഹായം, ഡിപ്പാർട്ട്മെന്റിന് സഹായം ഉണ്ടായി. കാര്യം എന്താ അറിയുന്നത്? കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് ശൈലജയാണ്. എന്നിട്ട് ചെയ്ത പണി അറിയുന്നത്? ഇപ്പതാ തലശ്ശേരി കോർട്ടിൽ വിചാരണ നടക്കുകയാണ്. നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് ആ വിചാരണയുടെ മൊഴികൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൂ. ആ കുഞ്ഞിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. ആ പിഞ്ചു കുഞ്ഞിന്റെ. ഈ ടീച്ചറുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൗൺസിലർമാർ എന്ന നിലക്ക് പറഞ്ഞുവിട്ട് മാരകമായ ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്ത വ്യക്തിയുടെ പേരാണ് ശൈലജ. എന്നിട്ട് വലിയ വിടുവായത്തം പറയണം ശൈലജ. പാലത്തായി കേസിൽ അങ്ങയുടെ റോൾ എന്താണ് പറയണ്ടേ? ബാക്കിയൊക്കെ വിട്ടേക്ക്, ബാക്കിയൊക്കെ വിട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്താണ് പാലത്തായി കേസിൽ നിങ്ങളുടെ റോൾ എന്താണെന്ന് പറയാൻ കഴിയുമോ? ഇങ്ങനെ ഒരു പാർട്ടി, അഴിമതി, കൊള്ള, കൊലപാതകങ്ങൾ, ഭീകരത, ഇത് മുഴുവൻ. എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക. കേന്ദ്രത്തില് പെട്രോളിന് വില കൂട്ടിയ നമ്മളും കൂട്ടുക. സപ്ലൈകോ പോലെ സാധനം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു ബുദ്ധിമുട്ടുള്ള ജീവിതമാണ്. മോഡിനെ കൊണ്ടാവുന്ന പോലെ ഉപദ്രവിക്കുക. അതിന്റെ പുറമെ പിണറായി വിജയൻ പിന്നെ ഡീസലിന് വില കൂട്ടുക, പെട്രോളിന് വില കൂട്ടുക. നിങ്ങൾ കർണാടകയിലേക്ക് പോയി നോക്ക് സഖാവേ. 1 ലിറ്ററിന് 10 റുപ്യന്റെ വ്യത്യാസം കർണാടകയിൽ, 1 ലിറ്ററിന് 15 റുപ്യന്റെ വ്യത്യാസം മാഹിയിൽ. ഇതൊന്നും ഇന്ത്യ രാജ്യത്തല്ല, മാഹി കേന്ദ്രഭരണ പ്രദേശമാണ്. കർണാടകയോ? അവിടെ കോൺഗ്രസ് അല്ലേ ഭരിക്കണത്? നിങ്ങൾ മോദി വില കൂട്ടിയപ്പോ അവര് കുറച്ചു, നിങ്ങളോ മോദി വില കൂട്ടിയപ്പോ നിങ്ങൾ കൂട്ടി. ഇതാണോ മര്യാദ? ഇവിടെ സാധനങ്ങൾക്ക് വില്യാപ്പള്ളി മാർക്കറ്റിലെ വില എന്താണ്? ഗുണ്ടിൽപേട്ട മാർക്കറ്റിലെ വില എന്താണ്? എന്തേ അവിടെ അരിക്ക് വില കുറവ്? എന്തേ അവിടെ പച്ചക്കറിക്ക് വില കുറവ്? എന്തേ അവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറവ്? ഭരിക്കാൻ അറിയുന്ന ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ട്. അതന്നെയാണ് ഇവിടെയോ? മനുഷ്യരെ തമ്മിൽ തെളിയിക്കാൻ. ഞാൻ പെണ്ണുങ്ങളുടെ സ്ത്രീകളൊക്കെ അവിടെ വന്നിരിക്കാൻ ഞാൻ അവരോട് പറയാറുണ്ട്, ഈ കേരളത്തിൽ വന്ന് പെട്ടുപോയതല്ലേ ഈ സാധുക്കളുടെ സ്ത്രീകൾ. നിങ്ങളിത് കുറച്ച് ദിവസം കർണാടകയിലോ തമിഴ്നാട്ടിലൊക്കെ ഒന്ന് പോയി നോക്ക്. എന്തൊരു സുഖാണ്. രാവിലെ ബസ് കയറി കുത്തിർന്നാൽ മതി, 1 ഉറുപ്പ്യം കൊടുക്കണ്ട. അപ്പൊ അഥവാ ഭർത്താവ് പോയിട്ട് തെറ്റിന്ന് കൂട്ടുക, നേരെ ബസ് കയറുക, വൈകുന്നേരം വരെ അങ്ങനെ പോവുക. കുറെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സൊക്കെ ഒന്ന് തണുക്കും. അപ്പോഴത്തേക്ക് ഭർത്താവിന്റെ ദേഷ്യം ഒന്ന് പോകും. വൈകുന്നേരം വീട്ടിൽ വന്നാൽ മതി, 1 ഉറുപ്പ്യ ചെലവില്ല. ഭക്ഷണത്തിന്റെ പൈസ കൈ കരുതിയാൽ മതി. ഫ്രീ ആണ്. പെണ്ണുങ്ങൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. കർണാടകയിൽ പോയാൽ, തമിഴ്നാട്ടിൽ പോയാൽ, ഇവിടെ നിന്നുള്ള ഇയാളുടെ മുഖം കണ്ട ഒരു ദിവസം വെള്ളം കുടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു ഉപകാരം മനുഷ്യനുണ്ടാക്കുക. ഞാൻ CPM-കാരോട് ചോദിക്കട്ടെ, ഇന്നിപ്പോ പിണറായി വിജയൻ വടകരയിലുണ്ടല്ലോ. എന്താണ് വടകരയില് ഷാഫിയുടെ തെരഞ്ഞെടുപ്പും പ്രചരണവും ബഹളമൊക്കെ കേട്ടപ്പോ CPM-കാർക്ക് ഒരു ബേജാറ് കുടുങ്ങിയുണ്ട്. നിങ്ങൾ ബേജാറ് കുറച്ചും കൂടി ആവാൻ പോണേ ഉള്ളൂ. ഏതായാലും ബേജാറ് കൂടി അന്വേഷിക്കാൻ വന്ന പിണറായി വിജയൻ. എടോ, ഈ പിണറായി വിജയനെ തെരഞ്ഞെടുപ്പിന് കാണില്ലല്ലോ. എവിടെ അദ്ദേഹം? സ്റ്റാർ ക്യാമ്പയിനർ പിണറായി വിജയൻ എവിടെ? സ്റ്റാർ ക്യാമ്പയിനർ കാണില്ലല്ലോ. എന്താ ഇറക്കാത്തത്? എന്താ പ്രസംഗിപ്പിക്കാത്തത്? ഇറങ്ങിയാ 10 വോട്ട് പോകും. നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ബഹുമാനിച്ച് ഇരുത്തിക്കാണ് തൽക്കാലം അങ്ങോട്ട് വരണ്ട പറഞ്ഞിട്ട്.
ഇറങ്ങി ഈ മനുഷ്യനെ കണ്ട ആള് വോട്ട് ചെയ്യോ? ആളുകളെ വോട്ട് ചെയ്യോ? എന്തൊരു അസംബന്ധമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തെല്ലാം അതിക്രമങ്ങൾ ചെയ്യുന്നു. നാട്ടില് 10 റുപ്യന്റെ ഗതിയില്ല, മനുഷ്യന്മാര് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല. അപ്പോഴാണ് ഒരു യാത്ര നടന്നില്ലേ, എന്തായിരുന്നു നിങ്ങളുടെ നവകേരള യാത്ര. കൂടെ 21 മന്ത്രിമാര് കഴിഞ്ഞില്ലേ, പോയില്ലേ, സകല സ്കൂളിന്റെ മദ്രസിന്റെയും പിന്നെ മതിലും പൊളിച്ച് എല്ലാം കഴിഞ്ഞ് ഒരു ബസ്സുമായിട്ട് വന്ന് നിങ്ങൾ പോയില്ലേ? ഞങ്ങളോട് ചോദിക്കണത് എന്താ ഇതിന്റെ വിവരം? എന്താ വിവരം? വടകര നിയോജക മണ്ഡലത്തിൽ നിന്നും കുട്ടിയാട് നിയോജക മണ്ഡലത്തിലൊക്കെ അങ്ങനെ എടുത്തു പോയല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് ശൈലജ പറയേ, എന്താ നിങ്ങൾ കണ്ടുപിടിച്ചത്? എന്താ നിങ്ങൾ പരിഹരിച്ചത്? ആജാതി വരവല്ലേ വന്നത്? ഇല്ലേ? എനിക്കതല്ല രസം. നിങ്ങളുടെ സൗകര്യത്തിനൊന്നും കുറവില്ല. നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം പിടിച്ചു വെച്ചു, സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കാണ്ട് പിടിച്ചു വെച്ചു. ഇവിടെ ആളുകൾ ആത്മഹത്യ ചെയ്തു. ഒരു മന്ത്രിന് ശമ്പളം കുറച്ചോ? ബസ്സിന്റെ ചെലവ്, ബസ്സിന് വരെ ലിഫ്റ്റ് വെച്ച് ഇറങ്ങിയില്ല ഞങ്ങള്. എന്തൊരു തോന്നിവാസാണ്. ഞാൻ അന്നും പറഞ്ഞു, 10ാമത്തെ നിലയെന്ന് 1ാമത്തെ നിലയ്ക്ക് വരാനല്ല, ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് കറങ്ങാൻ. എടാ, ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് കറങ്ങാൻ പറ്റുന്ന ഈ ചരക്കിനെ കൊണ്ട് നടക്കാൻ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലോ. നാട്ടിൽ ഞങ്ങളുടെ നിലവിൽ എന്തിനാണ് വയ്യെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നാ പോരെ? ഒരു കുണത്തിന് വരുന്നൊന്നല്ലല്ലോ, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കാൻ വരുന്നല്ലോ. അങ്ങനെയാണ് മര്യാദയ്ക്ക് ഉദയാർക്കത്ത് തിരുവനന്തപുരത്ത് നിൽക്കണം, അതല്ലേ ചെയ്യേണ്ടത്. എനിക്കതല്ല രസം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, BJP-ക്കാർക്ക് വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ കുറെ ഉണ്ട്. ക്ലിഫ് ഹൗസ് എന്നൊക്കെ പറഞ്ഞാല് അതൊരു ഫാം ഹൗസ് ആണ്. അവിടെ പശുക്കളുണ്ട്. 25 ലക്ഷം റുപ്യാണ് പശുവിന് ഉറങ്ങാനുള്ള മ്യൂസിക്കിന് ചെലവാക്കിയത്. എങ്ങനെ? ചിക്ക് പുക്ക് റൈലേ എന്നുള്ള പാട്ടൊക്കെ കേട്ടാലാണ് പിണറായിന്റെ പശു ഉറങ്ങുള്ളൂ. മ്യൂസിക് സിസ്റ്റത്തിന് 25 ലക്ഷം റുപ്യ, കോടി ഉറുപ്പ്യോളം ചെലവാക്കിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ആരാ നീന്തുന്നത്? പശു നീന്തുവോ? പിണറായി വിജയൻ എന്തായാലും നീന്താൻ പറ്റൂലല്ലോ. ഒരു സ്റ്റെപ്പ് നടക്കാൻ പറ്റുന്ന ചങ്ങായി എങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നീന്തുക? പിന്നെ ആർക്ക് നീന്താനാണ്? മക്കൾക്ക് നീന്താനോ? പേരമോന് എന്താണ് മരുമോന് നീന്താനോ? ഈ ഞങ്ങളുടെ നിലവില് ഈ നാട്ടില് പെൻഷന്റെ പൈസ പോലും കൊടുക്കാനില്ലാത്ത നാട്ടില് നിങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. എടോ, ഇത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്, അല്ലാതെ ഇവിടുത്തെ വേറൊരു BJP-യുടെ മുഖ്യമന്ത്രിയെ കുറിച്ചല്ല പറയുന്നത്. കമ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തൻ അതിനകത്തുണ്ടോ? ഞാനിങ്ങനെ അതിശയം തോന്നുന്നുണ്ട്. 21 മന്ത്രിമാര് എന്തൊരു രസമായിരുന്നു എന്നറിയോ? ആ പരിപാടിയുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി നടക്കുമ്പോ ബാക്കിൽ ഇങ്ങനെ ഹൗസിന് മീൻ പോകുന്ന മാതിരിയാണ്. എന്തൊരു ഉദയാർക്കത്തിലാണ്. ഒന്ന് നേരെ നിൽക്കണ ഒരുത്തരില്ല. മുഖ്യമന്ത്രി ബസ് കയറിയാൽ ഉടൻ എല്ലാവരും എഴുന്നേറ്റിക്കുക. ഈ എന്താണ് റിയാസിന്റെ ഒക്കെ തല മേലടിച്ചിട്ട് 4 മുളയിട്ടുണ്ടായിരുന്നാണ്. കാണുമ്പോ നീച്ചിക്കാണ്. എടോ, ഇത് പാർട്ടിയുടെ നേതാവല്ലേ, ഇന്ത്യന്റെ ഈ രാജാവെന്നല്ലോ CPM-ന്റെ. ആരെങ്ങൾ ഈ പേടിപ്പിച്ചു നിർത്തത്? ഇങ്ങനെ അഴിമതി നടത്തി, ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി സകലതും കൊണ്ടുപോയി പാർട്ടിയുടെ ആഫീസിന്റെ പേരിൽ അഴിമതി നടത്തിയ ഒരു മനുഷ്യനെ ന്യായീകരിക്കുന്ന നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് പോയിട്ട് ഈ നരേന്ദ്രമോദി രാജ്യത്തെ നശിപ്പിക്കുമ്പോ ഒരു വാക്ക് പറയാനുള്ള നട്ടല് നിനക്കുണ്ടാകുമെന്ന് എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കണം? ഞാൻ ശൈലജ ടീച്ചറോട് ചോദിക്കുകയാണ്, പിണറായി വിജയനെ പോലത്തെ സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് 2 അക്ഷരം പറയാൻ ധൈര്യമില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് മോദിയുടെ മുമ്പ് പോയി പറയാൻ പോണത്? ഇനി എങ്ങനെയാ നിങ്ങൾ പറയാ? അതുമാണല്ലോ അറിയാം. പാർലമെന്റിലേക്കാണല്ലോ പറഞ്ഞേക്കണത്. ഞങ്ങൾ പാർലമെന്റിലേക്ക് പറഞ്ഞേക്കണത് ശശി തരൂരിനെയാണ്. ഓരോ മണ്ഡലങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. അവിടെ പോയാൽ സമദാനിയുണ്ട്, ബഷീർ സാഹിബുണ്ട്. ഇങ്ങനെ വന്നു നോക്കിയാൽ വടകരയിൽ ഷാഫിയെ ഞങ്ങൾ നിർത്തി. എന്താണ്? ഷാഫി മനോഹരമായിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിക്കാനുള്ള ഭാഷാ നൈപുണ്യം ഉണ്ടാവും. വേണ്ടേ നോക്കുക, അതും വേണ്ടേ നോക്കുക. അവിടെ പോയിട്ട് താളം ഞഞ്ഞ പറഞ്ഞാൽ പറ്റൂലല്ലോ. പിന്നെ ട്രോൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ടീച്ചറെ. അവിടെ പോയിട്ട് സംസാരിക്കേണ്ട ഭാഷ വേറെയാണല്ലോ. അപ്പൊ ഞങ്ങളൊന്നും പോയിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ പോണില്ലല്ലോ. പറ്റാമെന്ന് നിർത്തിയത്, കൊള്ളാമെന്ന് പറയാണ്. വോട്ട് ചെയ്യുമ്പോൾ ആലോചിക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെയാ സംസാരിക്കേണ്ടത്. അതിനുള്ള കപ്പാസിറ്റി വേണം, അത് പറയാനുള്ള ധൈര്യം വേണം. CPM-ന്റെ ആലയിൽ അടിമയെ പോലെ വളർന്ന ഒരാൾക്ക് അതിന് സാധിക്കുമോ എന്നതൊരു ചോദ്യമാണ്. അത് മാത്രല്ല, അവിടെ പോയിട്ട് ചോദിക്കണമെങ്കിൽ പിണറായി വിജയന്റെ സമ്മതം വേണ്ടേ? SFIO എന്ന വാള് തലക്ക് മുകളിൽ നിൽക്കുന്ന പിണറായി വിജയൻ സമ്മതിക്കോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ED വന്ന് കയറാൻ ഇറങ്ങുന്ന നിരവധി കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന പിണറായി വിജയൻ അതിന് സമ്മതിക്കുമോ? എന്തേ BJP-ക്കാരാ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? കേരളത്തിൽ നിങ്ങൾക്ക് ആവശ്യം കോൺഗ്രസ് തകരലാണ് അല്ലേ?
അതിന് നിങ്ങൾക്ക് ആവശ്യം BJP-യേക്കാൾ കൊള്ളാവുന്നത് CPM ആണ്. നിങ്ങൾ CPM-നെ ഉപയോഗിക്കുകയാണ്. അല്ലാതെ CPM-മാർക്ക് തന്നെ അറിയാലോ. എന്റെ സഖാക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരള നിയമസഭയിലേക്കല്ല, നിങ്ങൾക്കറിയാലോ, പഞ്ചായത്തിലേക്കും അല്ല. 543 മെമ്പർമാരുള്ള പാർലമെന്റിലേക്കാണ്. മിനിമം ഒരു 25 മണ്ഡലത്തിലെങ്കിലും നോമിനേഷൻ കൊടുക്കുന്ന പാർട്ടി വേണ്ടേ അതിന് നിൽക്കാൻ? അല്ലെങ്കിൽ ഒരു മുന്നണിന്റെ ഭാഗമായിട്ട് നിൽക്കണം. ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഹരിശ്രീ അശോകനോട് പറയുന്നുണ്ട് ദിലീപിനോട്, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യങ്ങളും വേണം. സഖാവേ, BJP-യെ തോപ്പിക്കണമെങ്കിൽ മിനിമം ഒരു 50 സീറ്റിൽ നോമിനേഷൻ കൊടുക്കാനുള്ള ഭാഗ്യങ്ങളും വേണം. അതുകൂടി ഇല്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുക? ഇത് തമാശ കളിയല്ല സ്നേഹമുള്ളവരെ. AK ബാലൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ, ഈ തെരഞ്ഞെടുപ്പ് സഖാക്കളെ നിങ്ങൾ വോട്ട് ചെയ്യണം. അപ്പൊ സഖാക്കൾ എന്താ കാര്യം? നമ്മളെ ചിഹ്നം നിലനിർത്തണ്ടേ? എടോ, ഇന്ത്യ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടും. നിങ്ങൾ ചിഹ്നം നിലനിർത്താൻ, അല്ലെങ്കിൽ അതിന് മാത്രം ചുറുക്കുള്ള ചിഹ്ന അരിവാളും ചുറ്റിയൊക്കെ അല്ലേ? നിങ്ങളെ ചിഹ്നം മാറ്റി ബോംബാക്കടോ. കുറച്ചും കൂടി നല്ല ചിഹ്നല്ലേ? ബോംബ് കണ്ടാൽ നിങ്ങളെ ഓർമ്മ വരും, അരിവാൾ കണ്ടാൽ നിങ്ങളെ ഓർമ്മ വരും, എന്താണ് ചുറ്റിക കണ്ടാൽ നിങ്ങൾ ഓർമ്മ വരും. ആ നിങ്ങളെ സ്വഭാവം അതാണ്. അരിവാളിന് പറ്റിയ, ചുറ്റികക്ക് പറ്റിയ, ബോംബിന് പറ്റിയ സ്വഭാവമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ചിഹ്നം കിട്ടിയാ പോരെ? അപ്പൊ ബാലൻ പറയാൻ നമുക്ക് എലിപ്പൊട്ടിയായി പോവും, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റിയ സാധനമാണ്. ഞാൻ പറയുന്നത്, ഇത് നിങ്ങളെ ചിഹ്നം രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല, ഇത് രാജ്യം രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. രാഹുൽ ഗാന്ധിയുടെ പിറകിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ഷാഫിയെ പറഞ്ഞു വിടുന്നത് രാഹുലിന് വേണ്ടി സംസാരിക്കാനാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളില് ഡൽഹിയുടെ തെരുവുകളിൽ, കാശ്മീരിന്റെ തെരുവിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴേക്കും മഞ്ഞുറയുന്ന ഡൽഹിയുടെ തെരുവുകളിലേക്ക് നിർഭയനായി ആരെയും കാത്തു നിൽക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. പേര് രാഹുൽ ഗാന്ധി എന്നാണ്. കൂടെ ഇറങ്ങിപ്പോകാൻ കൽവുറപ്പുള്ള ഒരുത്തനെയാണ് ഈ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുക്കേണ്ടത്. അതിനാണ് ഷാഫിക്ക് വോട്ട് ചെയ്യേണ്ടത്. ഈ രാജ്യത്തിൽ അനീതി നടക്കുമ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് അദാനിയുടെ, അംബാനിയുടെ മുഖത്ത് നോക്കി ആരെയും ഭയക്കാതെ, ഒരുത്തന്റെ ചില്ലിക്കാശും എടുക്കാതെ, 10 റുപ്യയുടെ ലാഭേച്ഛയില്ലാതെ നാട്ടിനു വേണ്ടി സംസാരിക്കാൻ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ അവന്റെ പിറകിൽ നിന്ന് ഞാൻ ഇവിടെയുണ്ട്, വടകരക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ടെന്ന് പറയാൻ ഷാഫി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാവണം. അതിനാണ് വോട്ട്, അതിനാണ് വോട്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒരു വോട്ടാണ്. ഇന്ത്യയെ കൊന്നു തിന്നുന്ന അമിത്ഷയ്ക്കും ഒരു വോട്ടാണ്. ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണക്കാരായ നിങ്ങൾക്കും ഒരു വോട്ടാണ്. അതിന്റെ വിലയറിഞ്ഞു ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഷാഫിക്ക് കൈപ്പത്തി അടയാളത്തിലാവട്ടെ വോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്.